ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ജിയോണിയുടെ X1S എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. ഇതെങ്ങനെ നമുക്ക് അഴിക്കാം, എങ്ങനെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാം എന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് അഴിക്കാനായിട്ട് നേരെ നമ്മൾ ഡിസ്പ്ലേയുടെ സൈഡിൽ കൂടെ എന്തായാലും നൈഫ് ഇട്ടേച്ച് തിക്കി കുറച്ച് ലോക്കുകളുണ്ട്, തിക്കി അഴിക്കുന്നത്. തിക്കി അഴിച്ച് വെച്ച് നമ്മൾക്ക് കുറച്ച് സ്ക്രൂകൾ കാണാം. ആ സ്ക്രൂകൾ അഴിച്ച് കഴിഞ്ഞ് വെച്ച് നമ്മൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്യണം. പഴയ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുക. പഴയ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുമ്പോൾ വളരെ ക്ലീനായിട്ട് തന്നെ റിമൂവ് ചെയ്യണം. അവിടെ ഗമ്മൊക്കെ ആയിട്ടുണ്ടാകും. ഗമ്മൊക്കെ തിന്നർ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത്, എഡ്ജൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വേണം പുതിയ ഡിസ്പ്ലേ ഇടാനായിട്ട്. അല്ലെന്നൊരിയിൽ പതുക്കെ ഒന്ന് പ്രസ്സാകുമ്പോൾ തന്നെ ഡിസ്പ്ലേ കസ്റ്റമർ കൊണ്ടുവച്ച് പൊട്ടിച്ചുകൊണ്ട് വരും, പൊട്ടിപ്പോവും. അപ്പം അതിൻ്റെ ബേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഗമ്മ് ഇട്ട് ഗമ്മ് ശരിക്കിട്ടേച്ച് ഉറപ്പിച്ച് നല്ല റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് പോലെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഒട്ടിക്കാനുള്ള ഗമ്മ് മാർക്കറ്റിൽ ലഭ്യമാണ്. സൂപ്പർ ഗ്ലൂ ഒന്നുമല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഒട്ടിക്കുമ്പോൾ ടച്ചിൽ ഗമ്മ ആവാതെ നോക്കണം. ടച്ചിൽ ഗമ്മ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടച്ച് വർക്ക് ചെയ്യില്ല. ടച്ചിൻ്റെ സൈഡിലൊന്നും ഗമ്മ ആവരുത്. ശരിക്കും ഡിസ്പ്ലേയുടെ അടിയിലും ടച്ചിൻ്റെ അടിയിൽ സൈഡ് ഭാഗത്തും മാത്രം ഗമ്മ് വരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒട്ടുമിക്ക വീഡിയോകളും മൊബൈൽ സംബന്ധമായ വീഡിയോകളെല്ലാം തന്നെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മൾ ഡിസ്പ്ലേ ഇപ്പോൾ ഒട്ടിച്ചിരിക്കുകയാണ്. ശേഷം നമുക്ക് ഒരു എന്തെങ്കിലും വെച്ച് ടൈറ്റാക്കി വയ്ക്കാം. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, ബൈ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.